മാധു, ഇവിടെ നടക്കുന്ന ഗുണ്ടാ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ രക്തസാക്ഷി വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴും ആ പഴയ ഗുണ്ടായിസം അദ്ദേഹത്തിന് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ കല്യാശ്ശേരിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട പ്രതികൾ, യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചവർക്കെതിരെ 308 FIR. പക്ഷെ പിണറായി വിജയൻ അന്നവിടെ പറഞ്ഞ് രക്ഷാപ്രവർത്തനമെന്നാണ്, എന്നിട്ട് തുടരണമെന്നാണ് ആവശ്യപ്പെട്ടത്. ആ തുടരാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേരളം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ കായംകുളത്ത് അജിമോന്റെ കാര്യം ഞാൻ പറഞ്ഞു മുട്ടിന് താഴെ ഇല്ല അജിമോന്, കാലിന് വളർച്ചയില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. റോഡിലിരുന്ന് അജിമോനെ പോലീസുകാർ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് പുറകിൽ നിന്ന് വരുന്ന DYFI, ഇവർ നേരത്തെ പറഞ്ഞ കൊടിസുനി സംഘം, ഇവർ ഈ മുഖ്യമന്ത്രിയുടെ പുറകെ വണ്ടികളിൽ കൊണ്ടുവന്നിരിക്കുന്ന ഗുണ്ടാ സംഘം ഇറങ്ങി വന്ന് ടീഷർട്ട് ഇട്ട ആ ഗുണ്ടാ സംഘം വന്ന് ആക്രമിക്കുന്നത്. എന്ത് ന്യായീകരണമാണ് ഇവിടെ പറയാനുള്ളത്? അപ്പോൾ ഇതൊരു സ്പോൺസേഡ് അക്രമമാണ് പോലീസിന്റെ ഒരു അവസ്ഥ. ഇന്ന് നേരത്തെ അജിമോനെ തല്ലിയൊതുക്കുമ്പോൾ പോലീസ് നോക്കി നിൽക്കുന്നു. പോലീസ് തന്നെ പിടിച്ചു മാറ്റി സുരക്ഷിത അകലത്തിൽ നിർത്തിയിരിക്കുന്ന കുട്ടികളെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുൾപ്പെടെ വന്ന് അടിച്ചു കൊല്ലുമ്പോൾ പോലീസ് നോക്കി നിൽക്കുന്നു. ഇന്ന് വൈകുന്നേരം ഗവർണർക്കെതിരെയുള്ള സമരത്തിൽ നമുക്കൊരു ദൃശ്യം കാണാം. ആഷോയെ ഒരു പോലീസുകാരൻ വളഞ്ഞു കൊണ്ടുപോകും. ആഷോ കേൾക്കണോ? ആഷോ പൊന്നുമോനല്ലേ, നടന്നു വരണോ? ആഷോ കൊണ്ടുപോവാണ് ആഷോയെ പതുക്കെ പതുക്കെ. അതിനിടയ്ക്ക് ആർഷോ എന്ന് പറയുന്ന ഈ ക്രിമിനൽ നേരത്തെ പറഞ്ഞതുപോലെ ചാടിച്ചവിട്ടി സഹപ്രവർത്തകയ്ക്ക് മോശം പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള അയാൾ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, ആർഷോ ഞാൻ പറയുന്നത് കേൾക്കും, ആർഷോ കൊണ്ടുപോവുകയാണ്. മറ്റൊരു വനിത, ഒരു SFIക്കാരിയായ വനിതാ പോലീസുകാരിയെ ആശ്വസിപ്പിക്കുകയാണ്. മോള് കരയരുത്, മോള് കരയല്ലേ എന്ന് പറഞ്ഞ് മുട്ടായി മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. അതേസമയം ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ കൊടി ഉയർത്തി കാണിക്കുന്നവരെ തല്ലുകയാണ്. ഇവിടെ ഇപ്പോൾ DYFI പ്രതിനിധി പറയുന്നത് മാധുവിന് തന്നെ ഒരു ഉപദേശം. മാധു പുതിയ ആളാണ് കേട്ടോ, മാധു പുതിയ ആളായതുകൊണ്ട് പഴയ സമരമൊന്നും അറിയില്ല. ഞങ്ങൾ നിങ്ങളുടെ DYFIയും SFIയുടെ ഇപ്പോഴത്തെ മന്ത്രിമാരുടെ എല്ലാ സമരങ്ങള് അതെ അതാണ് അല്ല പറഞ്ഞു കൊടുക്കുകയാണ്. മാധു ഒക്കെ പുതിയ ആളായതുകൊണ്ട് അറിയില്ല എന്നൊരു ഉപദേശം വസീഫ് പറയാം. വസീഫ് നിങ്ങളുടെ ഈ നേതാക്കന്മാരുടെ എല്ലാ സമരവും ഞങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. ഈ രാജീവും ഒക്കെ തന്നെ കാറിന് മുമ്പിൽ ചാടിയ സമരങ്ങൾ നിങ്ങളിപ്പോഴും വീരകഥകളായി കൊട്ടിഘോഷിക്കപ്പെടുന്ന ചിത്രങ്ങളുണ്ട്. ശരിയാണ്, അവർക്ക് മർദ്ദനമേറ്റു വാങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുമായിട്ടാണോ? വളഞ്ഞ് മൂലയ്ക്ക് മാടക്കയുടെ മറവിൽ മറഞ്ഞു നിന്ന് കാറിന് മുമ്പ് ചാടിയവരാണ് നിങ്ങളുടെ മിക്കവാറും നേതാക്കന്മാരെല്ലാം. അതിനെ ഞാൻ തെറ്റു പറയുന്നില്ല. ലോകത്തിലെ വിവിധ പ്രതിഷേധങ്ങളുടെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. വൈറ്റ് ഹൗസിനുള്ളിൽ ഒറ്റയ്ക്ക് നിന്ന് ഷൂ എറിഞ്ഞ മാധ്യമ പ്രവർത്തകരുണ്ട്. സദ്ദാം ഹുസൈന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് കറുത്ത തുണി ഒഴിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധങ്ങളുടെ ചരിത്രം നിങ്ങൾക്കറിയില്ല. ഒറ്റപ്പെട്ട മനുഷ്യരുടെ പ്രതിരോധത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കൊടിസുനിയും കിർമാണി മരേജും രജീഷും ഒക്കെ ചെയ്യുന്നത് പോലെ വടിവാളും വെട്ടോത്തിയുമായി 100 കണക്കിന് ഗുണ്ടകൾ വന്നു നിൽക്കുന്ന മസിൽ പവറിന്റെ സമരമേ നിങ്ങൾക്കറിയത്തുള്ളൂ. നിങ്ങളുടെ കുറ്റമല്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പുതിയ കാലഘട്ടത്തിന്റെ SFIക്കാരും DYFIക്കാരുമാണ്. നിങ്ങൾക്ക് ഈ സമരചരിത്രത്തിനപ്പുറത്ത് മന്ത്രിമാരുടെ മന്ത്രിമന്ദിരങ്ങളിലെ അല്ലെങ്കിൽ അത്തരം പാദസേവയുടെ ചരിത്രമല്ലേ പുതിയ ആളുകൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിന്ന് സമരം ചെയ്യുന്നവന്റെ ധീരത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. 100 കണക്കിന് പോലീസുകാർക്കിടയിലും നിങ്ങളുടെ കൊടിസുനിമാർക്കിടയിലും 2 ചെറുപ്പക്കാർ നിന്ന് കരിങ്കൊടിയുമായിട്ട് നിൽക്കുന്നെങ്കിൽ, അടി വാങ്ങാനും മരിക്കാനും തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ ധീരത എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വസീഫെ, നിങ്ങളുടെ ആ വെള്ളക്കൊടിയും അതിനകത്തെ ആ ഉണക്ക നക്ഷത്രവും പോരാ. അതിനകത്ത് മനുഷ്യനെയും അല്ലെങ്കിൽ പ്രതിഷേധത്തെയും പ്രതിരോധത്തെയും മനസ്സിലാക്കാനുള്ള ഒരു ധൈര്യം വേണം. അപ്പൊ അതുകൊണ്ട് എണ്ണത്തിനപ്പുറത്ത് പ്രതിഷേധത്തെ മനസ്സിലാക്കാനുള്ള ഒരു അറിവ്, സമരചരിത്രങ്ങളുടെ അറിവ് പുതിയ DYFIക്കാരനും SFIക്കാരനും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അവിടെ നിൽക്കട്ടെ. അടുത്തതിന് സുരേഷിനുള്ള ചില മറുപടിയിലൂടെ പറഞ്ഞു തരാം. സുരേഷേ, ക്ലാസ് മുറിയിൽ കയറി വെട്ടിക്കൊല ചെയ്യപ്പെട്ട ഒരു ജയകൃഷ്ണൻ മാഷ് നിങ്ങൾക്കുണ്ടായിരുന്നു. ആ ജയകൃഷ്ണൻ മാഷിനെ വെട്ടിക്കൊന്ന കൊലയാളികളെ മൊകേരി സഹാക്കൾ എന്ന ഈ ക്രിമിനലുകൾ DYFIക്കാരൻ വിളിച്ചത് എങ്ങനെയാണ് ഒരു പുറത്തു വന്നതെന്നറിയാമോ? നിങ്ങൾ എത്ര കേസ് ഒത്തുതീർപ്പാക്കി മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട്? എന്താ ലാവ്ലിൻ കേസ് മാറി മാറി പൊക്കൊണ്ടിരിക്കുന്നത്? എന്താ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ലൈഫ് കേസിലും പിണറായി വിജയനെ നിങ്ങളുടെ EDയും കസ്റ്റംസും ഒന്നും ചോദ്യം ചെയ്യാത്തത്? ജയിലിൽ കിടന്ന് പുഴുക്കേണ്ട ആളുകളെ, CPMന്റെ നേതാക്കളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നരേന്ദ്രമോദി അമിത്ഷായുമല്ലേ? നിങ്ങളുടെ BJP നേതാക്കന്മാർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് പോലും നരേന്ദ്രമോദി അമിത്ഷായും തരുമോ? നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ യൂസ്ലെസ്സുകളാണ്. നിങ്ങൾ ഒരു ഗുണവുമില്ലാത്ത ആളുകളാണ്. നിങ്ങളെ കൊണ്ട് ഒരു കാര്യവും അവർക്കില്ല. അവർക്ക് വേണ്ടത് പിണറായി വിജയനെയാണ്. അവർക്ക് വേണ്ടത് കേരള CPMനെയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ ലാവലിൻ കേസ് മാറി മാറി പോകുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് കസ്റ്റംസിന്റെ മുമ്പിൽ, പോലീസിന് മുമ്പിലും 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഒരു ചോദ്യം ചെയ്യാൻ പോലും ED വിളിപ്പിക്കാത്തത്. അതുകൊണ്ടാണ് സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസ് ഒത്തുതീർപ്പാകുന്നത്. അതുകൊണ്ട് സുരേഷേ, ഉപദേശം ഞങ്ങളോട് വേണ്ട. പോയി വല്ല പണിയുണ്ടെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എങ്കിലും ഒന്ന് മേടിയ അമിത്ഷായോടൊക്കെ. എന്നിട്ട് പിണറായി വിജയനും CPMനും പാദസേവ ചെയ്യേ.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വോട്ട് മറിച്ച് കൊടുത്തല്ലോ കോൺഗ്രസിനെ തോപ്പിക്കാൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാത്തിരിക്കുന്നുണ്ടല്ലോ കൊടുക്കാൻ. അപ്പോൾ ആ പണിയൊക്കെ അങ്ങ് കൈവച്ചാൽ മതി. കോൺഗ്രസ് ഉപദേശിക്കണ്ട. രണ്ടുപേരോടുമുള്ള രാഷ്ട്രീയ മറുപടി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറുപടി തീർച്ചയായും